ഗൈസ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമ്മൾ അസിൻ്റെ PG പോവാണ് കേട്ടോ. അസിൻ PG മാറാണ്. അപ്പോൾ തൃശ്ശൂർ പോവാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ. 10 വർഷമായി അരിനെല്ലി വെച്ചിട്ട് ഇതെന്താണ് കായ്ക്കാത്ത് പറഞ്ഞിങ്ങനെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. മോയ്ക്ക് വെട്ടിക്കളയാൻ പറഞ്ഞ എന്നോട്. അതവിടെ നിർത്തണ്ട, കായ്ക്കുന്നില്ലല്ലോ പറഞ്ഞാൽ. പക്ഷെ നമ്മൾ 10 വർഷങ്ങൾക്ക് ശേഷം കായ്ച്ചു ഗൈസ്. കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാണുന്നില്ല അല്ലേ? മുകളില്ല. ഇതിന് കൊണ്ടുപോകാനുള്ള പാത്രം ഗൈസ് അസിന് കൊണ്ടുപോകാം. മറ്റേ ചേച്ചിയിടുമ്പോൾ നമുക്ക് 1-2 ആവശ്യമില്ല. അവിടെ നിന്ന് ഫുഡ് അടിപൊളി ഫുഡ് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഒക്കെ എടുത്ത് വെച്ചേക്കാണ് തൃശ്ശൂർ പോവാച്ചിട്ട്. വേണം ഗൈസ് ആർക്കെങ്കിലും. മഴയോട് മഴ. എന്താ ഒരു മഴ! എന്ത് ജാതി മഴയെന്ന് പറയാം. തൃശ്ശൂർ പോകണം പറഞ്ഞ് ചോദിച്ചത് അവിടെ വെള്ളപ്പൊക്കമാണ്. നോക്ക്, മഴ തന്നെ. വെയിലാണെങ്കിൽ വെയിൽ തന്നെ, ചൂടാണെങ്കിൽ ചൂടനെ. അത് നോക്ക്, നമ്മളിവിടെ കൊള്ളാണ്. കൊള്ളം സിറ്റോട്ട് കിടക്കണം. കോലം നോക്ക് ഗൈസ്. വെള്ളത്തുള്ളികൾ കണ്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. രാവിലെ എണീച്ച് കഴിഞ്ഞ് ലക്കിടി വേറെ വൈബാണ് ഗൈസ്. മഴയുടെ ടൈമായി ഉണ്ടല്ലോ, സൂപ്പറാണ്. ഇപ്പോൾ മഴ ഇല്ല കേട്ടോ, കുറച്ച് മഴയൊക്കെ കുറഞ്ഞു. അത് നനഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടെ കാണാനുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. എല്ലാവരും വിചാരിച്ചിരിക്കണം ഇതാണ് എൻ്റെ വീട് ഗൈസ്. ഇതാണ് എൻ്റെ വീട്. ഹോം ടൂറൊക്കെ ചെയ്യാട്ടോ. കുറേ പേരായി പറയുന്നു. നല്ല ചെയ്യാം. ഇത്ര പേർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചെന്ന് പറയാം, ഹോം ടൂർ ചെയ്യും ഷംന പറഞ്ഞിട്ട്. എപ്പോഴും വിചാരിക്കും, പിന്നെ അസിൻ വരുമ്പോഴേക്കും വേറെ എന്തെങ്കിലും റീലോ വീഡിയോ എന്തെങ്കിലും എടുക്കാൻ പോകും. അപ്പം പിന്നെ അത് അവിടെ അങ്ങോട്ട് കിടക്കും. അതാണ് അസിനെ 1 മണിക്കൂറായി കോട്ടിടൽ തുടങ്ങിയിട്ട്. നമ്മൾ അസിൻ്റെ PG മാറുകയാണ് തൃശ്ശൂർ. നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഞാൻ മമ്മി ഹാജറുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ പോകണ വഴിക്കുള്ള കാഴ്ചകൾ പുതിയ PG ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. മഴയോട് മഴ. എന്താ ഒരു മഴ നോക്ക്. പോണ വഴിക്ക് ഒരു ബുഷ് ഓറഞ്ചിൻ്റെ ഒക്കെ കാണുന്നുണ്ടോ? എന്തോരം ബുഷ് ഓറഞ്ചാണ് നിൽക്കുന്നതെന്ന് അറിയാം. കണ്ടപ്പോൾ എടുത്ത. പക്ഷെ നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ അതാണ്ടോ വണ്ടി നിർത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നോക്ക്, കാണുന്നുണ്ടാണോ പോലെ ഫുൾ യെല്ലോ കളർ ഓറഞ്ച്. ചെറിയ ഓറഞ്ച് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അസിൻ്റെ പുതിയ PGയിലോട്ട് വന്നേക്കാണ് കേട്ടോ. അതിൻ്റെ ഉൾവശം കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് ഹാള്, വലിയ ഹാളാണ്. 3 പേരേ ഉള്ളൂ കേട്ടോ ഇവിടെ താമസിക്കാൻ. അസിൻ, സഹല, കീർത്തന. ഇതൊരു ബാത്റൂം കേട്ടോ. ഇത് ഡൈനിങ് ഹാള്. പിന്നെ ഇതൊരു റൂം, വാഷ്, കിച്ചൺ. പക്ഷെ ഇവർ കുക്ക് ചെയ്യൊന്നുമില്ല കേട്ടോ. ഇവർ ഫുഡൊക്കെ ഏൽപ്പിച്ചേക്കാണ്. ഇതുണ്ടോ. ഇത് പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ വെക്കാം. ഇതുണ്ടോ, ഫുൾ സെറ്റപ്പാണ്. അസിന് കിട്ടിയ റൂം സൂപ്പറായിട്ട്, ഫ്ലാറ്റ് പോലെയാണ്. ഇതാണ് അസിൻ്റെ റൂം. ഇതുണ്ടോ. ഷംനാലിക്കിടി നനഞ്ഞ് BP മഴ കൊണ്ട് നനഞ്ഞുണ്ടോ, കോട്ട് നനഞ്ഞിട്ട്. ഇതാ ബാത്റൂം. എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. കുഴപ്പമില്ല. ഫോൺ ഓണായിട്ടില്ലേ? ഇനിയൊരു ഗ്യാസ് മേടിച്ച സുഖമായിട്ട് കുക്ക് ചെയ്യുക. അൻസിലിമോൻ പോയി കഴിഞ്ഞ് എനിക്കും വന്ന് നിൽക്കാമല്ലോ. അപ്പോൾ ഇവിടെ വന്ന് നിന്നോളാം. സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ എടുത്തേക്കണത്. പിന്നെ ഞങ്ങൾ ഒറ്റക്ക് താമസിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ സെറ്റപ്പാണ്. കുഴപ്പമില്ല കേട്ടോ. അപ്പം ചിലപ്പോൾ തൃശ്ശൂരേക്ക് ഞാൻ താമസിക്കും. മോൾക്ക് തുണിയും കൊണ്ട് തോരടാൻ വരാനാണ് കുറച്ച് പ്രയാസം. സ്റ്റെപ്പ് കയറിയാണ്. അതാണ് അസിൻ്റെ റൂം കയറി വരുന്നത്. ഇത് ഓപ്പൺ ടെറസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് തുറക്കാൻ വയ്യ, നല്ല വഴുക്കല, വീണ് ചാവും കണ്ടോ. മഴ പെയ്തിട്ട് തുണിയും കൊണ്ട് തോരടുന്ന സ്ഥലം.
നല്ല വിശാലമായ സ്ഥലമാണ് കേട്ടോ. ഷീറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പാണ്. അലക്ക് കല്ല് ഇതാണ് ഇവിടെ അലക്ക് കല്ല്. ഇതാ പൈപ്പ്. നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ടാണ്. ഇതന്നെയാണ് അവരുടെ വീട്, ഇവിടുത്തെ ചേച്ചിയുടെ വീട്. ഇതാ താഴത്ത് ഷോപ്പ്, മുകളിൽ ഇതാ പിള്ളേർ താമസിക്കുക. സിൻ്റെ ലഗേജ് എന്താ ഇത്, കവറിലൊക്കെ കുറേ പറക്കി കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തം ലഗേജുകളാ. അതാരാണ്? മെസ്സി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആസിനിപ്പോൾ കിട്ടിയ പീച്ച് നല്ല രസമുണ്ടാണ്. ഇത് അവിടെ ടെറസിൻ്റെ മുകൾ വശമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം. എൻ്റെ മുഖത്ത് എന്തോ കടിച്ചേക്കും, എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോഴേ നോക്കണം എന്താണെന്ന്. ആവട്ടെ. ആണെങ്കിൽ സുഖസുന്ദരമായി ഇരുന്ന് പഠിക്കുക, പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട്. ഫുള്ളായിട്ട് നാലാപുറം വീടുകളാണ് ഇവിടെയൊക്കെ. ഉണ്ട് കട്ടക്ക് 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 വീടുകളാണ് മൊത്തം. ആണെങ്കിൽ കരിക്കും ഇട്ട് കുടിക്കാം. അടുത്തന്നെയാണ് ആ തേങ്ങ നോക്കിയില്ലേ, മറ്റേ നമ്മൾ ഇട്ട് കുടിക്കണില്ലേ, എന്തായാലും പറയാ, അത് ചെന്തെങ്ങോ അതിൽ പെട്ടാണ്. അസിനി ചക്ക വേണമെങ്കിൽ ചക്കയും പറിച്ച് കഴിക്കുക. അടുത്ത് തന്നെയാണ് പ്ലാവ്. ഇപ്പം അതില്ലെങ്കിൽ റംബുട്ടാൻ. ഇതാ റംബുട്ടാൻ കിട്ടില്ല കേട്ടോ. അപ്പുറത്ത് മാവ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമായ സ്ഥലം. കണ്ണീരോടെ ഇറങ്ങി എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് അസിൻ ആ PG ഇറങ്ങിയപ്പോൾ. എല്ലാവർക്കും വിഷമം, ചേച്ചിക്കും വിഷമം, പിള്ളേർക്കും വിഷമം. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് 2ാം ശനി 4ാം ശനി അങ്ങനെയല്ല അസിന് വീട്ടിൽ വരുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ കൂടെ അല്ലേ, ഒന്നും പറയണ്ട വിഷമം. ഇവിടെ വന്നപ്പോൾ 3 വർഷമായില്ല ആ PG തന്നെ താമസിക്കുന്നത്. പക്ഷെ എന്താ ഒരു പ്രശ്നം എന്നറിയോ, ഇപ്പം അവർ നടക്കണ വഴി അവർ ക്ലോസ് ചെയ്ത് വേറെ വീട്ടുകാർ. അതുകൊണ്ട് കുറേ 1.5 കിലോമീറ്ററോളം നടക്കണം. അതുകൊണ്ടാണ് PG മാറിയത്. അസിനൊക്കെ എന്തോ ഒരു വിഷമമായിട്ടാണ് വന്നേക്കണെന്ന് അറിയാം. വലിയ ഉഷാറൊന്നുമില്ല. എന്നുവെച്ചാൽ ചേച്ചി അവർ നന്നായി നോക്കിയിരുന്നു, പൊന്നുപോലെ നോക്കിയിരുന്നു. നമ്മളെക്കാളും ശ്രദ്ധയാണ്. വീടെത്തിയ വശം വിളിക്കും എത്തിയില്ലേ, നമ്മളെങ്ങാനും അസിനെങ്ങാനും വിളിച്ചു പറയാൻ മറന്നു കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കും എത്തിയില്ലേ ചോദിച്ചിട്ട് അത്രയും ശ്രദ്ധയാണ്. ഇനിയിപ്പോൾ ഒറ്റക്കാണ്, എന്താവും എന്നൊന്നും അറിയാട്ടോ. റബ്ബേ നല്ല മഴയാണ്. നല്ല വെച്ചാൽ വഴുക്കലാണ്, വഴുക്കൽ. 8:10 വട്ട പോകുന്നത്. എങ്ങാനും വീണാലേ പണി പാളും. ഇവിടെ മൊത്തത്തിൽ റംബുട്ടാനാണ് കേട്ടോ, റംബുട്ടാനും മാവും. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഡ്രസ്സല്ല കാണാൻ. ഇതാണ് ആ ഇവരുടെ ചേച്ചിയുടെ വീട് കേട്ടോ. ഇത് ഞാൻ നിൽക്കുന്നത് ഒരു ഷോപ്പാണ്, അതിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അറ്റത്താണ് കോളേജ്. കുറച്ച് ദൂരം നടക്കാവുന്നതന്നെ ഉള്ളൂ, ആ കാണുന്ന അറ്റം വരെ തന്നെ ഉള്ളൂ. മറ്റേ കുറച്ച് ഇപ്പോൾ താമസിക്കുന്നോടന്ന് കുറച്ച് നടക്കണ്ട. അതുകൊണ്ടാണ് PG മാറിയത്. അതുകൊണ്ട് അസിനും വിഷമം, ആകെ ഒന്നും പറയാൻ. നമ്മൾ എന്ത് ചെയ്യും, കോളേജ് കഴിഞ്ഞിട്ട് നടന്ന് വരാൻ ഇവർക്ക് ബുദ്ധിമുട്ടാവണേ, കുറച്ച് വരണ്ടേ. 3 വർഷമായി അസിന് അവിടെ നിൽക്കണു. എന്ത് ചെയ്യുക, ഓരോ സമയം എന്ന് പറയില്ലേ, അതേപോലെയുണ്ടോ. സുഖസുന്ദര പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് ഇരുന്ന് പഠിക്കുക. പക്ഷെ ഇവിടുത്തെ മരങ്ങളുടെ ഒക്കെ ഞാൻ ഇപ്പോൾ 3rd ഫ്ലോറിൽ നിൽക്കണത് കേട്ടോ. എന്നിട്ടാണ് ഈ മരങ്ങൾ. പക്ഷെ ഭയങ്കര ഹൈറ്റ് കൂടുതൽ. എന്താ ലാക്കിൻ്റെ ഹൈറ്റാണെന്നറിയോ? ഇതൊക്കെയൊക്കെ കറിവേപ്പിലൊക്കെ നോക്ക്, മാവ്, റംബുട്ടാൻ, പ്ലാവ് എല്ലാം. നല്ല കോട്ടയട്ടോ ഗൈസ്. വീണ് കഴിഞ്ഞ് അവിടെ കിടക്കും. അയ്യോ, ഇത് അടക്കട്ടെ. ശ്രദ്ധിക്കണം, ടൈലാണ്. തുണിയും കൊണ്ടൊക്കെ തിരുമ്പിയിട്ട് വരുമ്പോഴും തിരുമ്പി വേണ്ട, ആരും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സെറ്റായി നിൽക്കട്ടെ. വേറെ 2 പിള്ളേരുണ്ട്, സഹലുണ്ട്, കീർത്തനുണ്ട്, അസിനുണ്ട്. അങ്ങനെ ഇവർ 3 പേരാണ് ഇതിൻ്റെ താമസിക്കുന്നത്. പിള്ളേർ ഇവർ നേരെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അവരുടെ കോളേജിലത്തെ പിള്ളേരാണ്, ഇവരുടെ ഫ്രണ്ട്സാണ്, അവരുണ്ട്. അസീനൊക്കെ ക്ഷീണിച്ചതാ. ഡ്രസ്സ് എടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞ് അൽമാറൊക്കെ
ഒതുക്കി പറക്കൊക്കെ ഇവിടെ മറ്റേ ആളെടുത്തൊരു കർമ്മം പണിത അസിൻ ബർമ്മോട്ടെ മമ്മി. അതാണ് അസിൻ്റെ കൂട്ടുകാർ രണ്ടാളും. അസിൻ്റെ മോന്ത പോലെ തന്നെ ഉണ്ടല്ലേ പീന്നായിട്ട്. ഇതിൻ്റെ മോനെന്താ എങ്ങനെ അസിന് ഒരു സൈഡൊക്കെ തൂക്കിയിരിക്കണേ? തൊപ്പിയോ? എങ്ങനെയാണല്ലേ എൻ്റെ ഫ്രണ്ടുകൾ രണ്ടാളും എന്താണ്ടോ. ഇതിൻ്റെ മോന് ചപ്പിടി പിടി 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 പിടിയ പാണ്ടക്കുട്ടികൾ. തൊപ്പി ഒഴിക്ക്. നല്ല തടിയുണ്ട് ഞാൻ. കള്ള ലക്ഷണം നിൻ്റെ പാവക്കുട്ടികൾക്ക്. നിൻ്റെ പോലെ തന്നെ എല്ലാത്തിനും ഓരോ കള ലക്ഷണം ഉണ്ട് മോന്തക്ക്. അസിൻ്റെ അടുക്കി പറക്കലൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്, കഴിഞ്ഞിട്ടില്ല. ഇവിടെ ക്ലീനിങ്ങിലാണ്. കണ്ടോ അസിനെ തിരിഞ്ഞ ക്യാമറ പെടും കേട്ടോ. അടുക്കി പറിച്ച് വയ്ക്കാണ്. ഷെൽഫൊക്കെ മാറസിനെ ഷെൽഫ് കാണിക്ക്. അതാ മോന്തം വെച്ചേക്കുന്നു. കസിൻ്റെ ബുദ്ധി തുറന്നു നോക്കാം കേട്ടോ. എന്താണ് നീങ്ങളില്ലല്ലോ. ചായ കുടിക്കാൻ പോവാ. ദസിൻ പോണ വഴിക്കുള്ള പള്ളി. അത് പിന്നെ പതിവാണ്. നമ്മളെവിടെ പോയാലും നമ്മൾ അച്ചായന്മാരിനായിട്ട് ബന്ധം പറയില്ല. അതേപോലെ തന്നെ എവിടെ പോയാലും നമ്മൾ കുരിശുപള്ളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിള്ളേരെ കൂട്ടി ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞപ്പോഴാകെ ഇങ്ങോട്ട് ടയേർഡായി. കുറേ ലഗേജ് എത്തൊക്കെ ഉണ്ടായതല്ലോ. ഇനി മുതൽ ഇവിടെ നിന്നാണ് നമ്മൾ അസിമോള് ഫുഡ് കഴിക്കുന്നത്. നല്ല ചേച്ചിയല്ല, കുഴപ്പമൊന്നുമില്ല. ക്യാരക്ടറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒക്കെ ഏകദേശം കണ്ടറിയൂല അങ്ങനെയാണ്. ഇപ്പം എന്താണെന്നുള്ളത് നമുക്കറിയില്ല, കൊണ്ടറിയാം, അത്രേ പറയുള്ളൂ. എന്നാലും ഫുഡ് അവർക്ക് കൊടന്നു കൊടുക്കും വൈകിട്ട്. രാവിലെ ഇപ്പം അവിടെ പോയി കഴിക്കുക. ഉച്ചക്കൽക്കുള്ള ഫുഡ് മേടിച്ചിട്ട് പോവുക. എന്തായാലും അപ്പോൾ ഇതാണ് അസിൻ്റെ ഫുഡ് കഴിക്കുന്ന വീട്. ഓക്കെ, അവിടെ നിന്നാണ് പാമ്പിനെ കണ്ടത്. പെരും മഴയത് നടത്തിച്ചു കൊണ്ടുവരാ. ഹാസ്യം കൈ കാണിക്ക്. അയ്യോ ക്യൂടെക്സ് ഇട്ടിരിക്കണ നോക്ക് ഗൈസ്. അതിന് തല്ലി പാക്കണം. അതാ പോണു മൂന്നാളും കൂടിയിട്ട്. ഒരു തുള്ളി ചായക്ക് വേണ്ടി ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എൻ്റെ മുടി കണ്ടോ, കുഞ്ചിയമ്മൻ്റെ പോലെ. ചായ കുടിക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ മുടീനെ പോലെ നോക്ക്. നടന്നൊരു അമ്പാടി ഹോട്ടൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ അവിടുന്ന് പി ജിന്ന് ഇറങ്ങി. പക്ഷേ പി ജിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര വിഷമം. കാരണം നമ്മൾ പഴയ പി ജി ആകുമ്പോൾ അവിടെ ചേച്ചിയും ആ ചേച്ചിയുടെ അമ്മയും പിള്ളേരെല്ലാവരും ഉണ്ട്. ഇതിപ്പോൾ ഒരു 3 പേരും ആ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കണം. താഴത്ത് അവരുടെ മേഡുണ്ട്. എന്നാൽ പോലും അതൊരു വിഷമം തന്നെയല്ല. ഒരു വീടിൻ്റെ ഉള്ളിൽ ഉള്ള പോലെയോ ഇല്ലല്ലോ. ഇപ്പോൾ കിട്ടിയ മേഡവും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ക്യാരക്ടറായി തോന്നി. കുഴപ്പമൊന്നുമില്ല. പിള്ളേരിനെ ശ്രദ്ധിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ബാക്കി അവരുടെ കയ്യിലാണ്. നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും പിള്ളേർ വിഷമങ്ങളൊക്കെ മാറി സന്തോഷത്തോടെ ഇരിക്കട്ടെ മൂന്നാളും കൂടിയിട്ട്. എന്തായാലും നമ്മൾ ഈ കുഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.